ഹലോ ഫ്രണ്ട്സ്, 3RP വിഷ്വൽസിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇരിക്കുന്നത് പുളിങ്കുന്നില്ല കേട്ടോ. ആലപ്പുഴ ജില്ലയിലെ പുളിങ്കുന്ന് എന്ന ഗ്രാമത്തിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. അവിടുത്തെ ഇപ്പോൾ മഴ സമയമല്ലേ, അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്നും പറഞ്ഞ് നമ്മൾ വന്നത്. ഞാൻ വന്നത് വളഞ്ഞൊഴി നീർക്കുന്ന വെസങ്കവലയിൽ നിന്നാണ് വന്നത്. ഞാൻ പോയത് കഞ്ഞിപ്പാടം, ചമ്പക്കുളം, മങ്കൊമ്പ് വഴിയാണ് പുളിങ്കുന്നിൽ വന്നത്. അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവരും അവസാനം വരെ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നീർക്കുന്നം എസങ്കവലയിലാണ് കേട്ടോ. ഇതാണ് എസങ്കവല. ഇവിടെ നിന്നാണ് നമ്മൾ പുളിങ്കുന്നിന് പോകാൻ ബസ്സും കാത്ത് നിൽക്കുവാണേ. ദൂരെ നിന്നൊരു ബസ് വന്നു, അതല്ല, അത് നേരെ തിരുവല്ലയ്ക്കുള്ളതാണ്. അതിൻ്റെ പുറകെ ഒരെണ്ണം വരുന്നുണ്ട്. ഈ ബസ് തന്നെയാണ്, നമുക്ക് പോകാനുള്ള ബസ്സാണ് വരുന്നത്. പുളിങ്കുന്ന് ബസ്. ആളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് സൈഡ് സീറ്റ് കിട്ടുമോയെന്നറിയില്ല. സൈഡ് സീറ്റ് കിട്ടുമെങ്കിൽ നമുക്ക് സൈഡിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏതായാലും ബസ്സിൽ കയറിപ്പറ്റി, പക്ഷേ സീറ്റൊക്കെ ഫുള്ളാണ് കേട്ടോ. ആൾക്കാരൊക്കെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം, ഏതെങ്കിലും സൈഡ് സീറ്റ് കിട്ടുവാണെങ്കിൽ ഇരുന്നിട്ടെ നമുക്ക് കുറച്ച് വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഈ കാണുന്നത് നെൽപ്പാടോ കേട്ടോ. അത് കൃഷി ചെയ്യാൻ വേണ്ടി വെള്ളമൊക്കെ പറ്റിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടിരിക്കുവാണ്. എന്നാലും കുട്ടനാടിൻ്റെ ചിലയിടങ്ങളിലൊക്കെ വെള്ളക്കെട്ടുണ്ട് കൂടുതലായിട്ട്. അത് തുടർച്ചയായി പെയ്യുന്ന മഴ കൊണ്ടാണ് കേട്ടോ. കുറച്ച് 2-3 ദിവസം മഴയില്ലെങ്കിൽ ആ വെള്ളം തന്നെ വലിഞ്ഞോളും. എന്നാലും ചില ഭാഗങ്ങളിലൊക്കെ വെള്ളമുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഒത്തിരി കൃഷിയില്ലാത്ത പാടങ്ങളാണ് കേട്ടോ. ഈ സൈഡിൽ ഒരുപാട് കാണുന്നുണ്ട്. മഴ സമയമായതുകൊണ്ട് റോഡിൽ നിന്ന് ഈ ടാറിങ്ങിൽ നിന്നും വണ്ടി റോഡ് സൈഡിലേക്ക് ഇറക്കുവാനൊക്കത്തില്ല. വണ്ടി താന്നു പോകും. അതുകൊണ്ട് ഒരു വണ്ടി നിർത്തിയതിന് ശേഷമേ മറ്റത് കടന്നു പോകാനൊക്കത്തുള്ളൂ. ഇതൊക്കെ കണ്ടോ, കൃഷി ചെയ്ത പാടങ്ങളാണ്. ഇതെല്ലാം വെള്ളം കയറി കിടക്കുവാണ് ഇഷ്ടം പോലെ. ഇപ്പം ഈ മഴ സമയമായതുകൊണ്ട് എല്ലാ പാടത്തും വെള്ളം കയറി കിടക്കുവാണ്. ഇപ്പോൾ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ചമ്പക്കുളത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. ചമ്പക്കുളം നെടുമുടി പഞ്ചായത്തിൽപ്പെട്ടതാണ് ഈ ചമ്പക്കുളം എന്ന് പറയുന്ന സ്ഥലം. ഇപ്പോൾ ഒരു ജംഗ്ഷനിൽ വന്നു കേട്ടോ. ആ സ്കൂട്ടർ റോഡ് വഴിയുണ്ടല്ലോ, അത് നേരെ പടഹാരം തകഴി പോകുന്ന റൂട്ടാണ്. നമുക്ക് ഇവിടെ നിന്നും ഇടത്തോട്ടാണ് പോകേണ്ടത്. ഈ കുട്ടനാടിൻ്റെ പ്രത്യേകതയെ മഴ കഴിഞ്ഞാലും കുറച്ച് ദിവസത്തേക്ക് വെള്ളം അവിടെ ഇവിടെയൊക്കെ കാണും. നമ്മളിപ്പോൾ ചമ്പക്കുളത്ത് എത്തി കേട്ടോ. ചമ്പക്കുളത്തെ ഒരു ഹൈപ്പർ മാർക്കറ്റാണ് കാണുന്നത്. ഇത് ചെറിയൊരു ഗ്രാമമാണിത്. അവിടെ ഒരു ചെറിയൊരു ചെറിയ ടൗണാണ്, വലിയ ടൗണൊന്നുമല്ല. അവിടെ ഒരു വലിയ പള്ളിയുണ്ട്, പ്രശസ്തമായ സെൻറ്റ് മേരീസ് ചർച്ച് എന്നാണ് ഈ പള്ളിയുടെ പേര്. ഇതാണ് ആ പള്ളി. ഈ പള്ളിയുടെ വാതിക്കൽ തന്നെയാണ് ബസ് സ്റ്റാൻഡ്. നമ്മൾ ഈ ചമ്പക്കുളം ബസ് സ്റ്റാൻഡിൽ വണ്ടി നിർത്തി അവിടെ നിന്നുള്ള ആൾക്കാരെ കയറ്റി വീണ്ടും നമ്മൾ പോകും. നമ്മളവിടെ നിന്ന് വണ്ടി വിട്ടു കേട്ടോ. ഇത് പള്ളിയുടെ വാതിക്കൽ കാണുന്ന ഓട്ടോ സ്റ്റാൻഡാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ പോകുന്നത് ചമ്പക്കുളം പാലമാണ് കേട്ടോ. ഈ പാലത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് പമ്പാ നദിക്ക് കുറുകെയുള്ളൊരു പാലമാണ്. ഈ പാലം വരുന്നതിന് മുമ്പേ ഇവിടെ ജങ്കാർ സർവീസ് ആയിരുന്നു കേട്ടോ. ഇക്കരയിൽ അക്കരയിലേക്കും അക്കരയിൽ നിന്ന് ഇക്കരയിലേക്കും ജങ്കാർ സർവീസ് ആയിരുന്നു. ഈ പാലം വന്നതിന് ശേഷം അക്കരയും ഇക്കരയും ചമ്പക്കുളത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഈ പമ്പാ നദിയിലാണ് കേട്ടോ പ്രശസ്തമായ ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത്. മഴ സമയമായതുകൊണ്ട് ആറെല്ലാം നിറഞ്ഞൊഴുകുകയാണ്. ഇപ്പോൾ നമ്മൾ ചമ്പക്കുളത്ത് കിഴക്കേ സ്റ്റാൻഡിലോട്ടാണ് വണ്ടി പോകുന്നത്. അവിടെ കയറിച്ചേ പോകത്തുള്ളൂ. ഈ കിഴക്കേ കരയിൽ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, അമ്പലമുണ്ട്, ഒരു ഗുരുമന്ദിരമുണ്ട്. അതുകൂടാതെ ചമ്പക്കുളത്തുനിന്ന് എടത്തുവായ്ക്കും തിരുവല്ലയ്ക്കും പോകാനുള്ള വഴികളുണ്ട് ഇതിലെ.
ഇവിടെ ഒത്തിരി വലിയ വലിയ വീടുകളൊക്കെ കാണാം കേട്ടോ. ഇവിടെ കൂടുതലും ഒത്തിരി ആൾക്കാരും വിദേശത്താണ് ജോലി ചെയ്യുന്നവരെ. ഈ വീട് കണ്ടോ, നല്ല നല്ല ഭംഗിയുള്ളൊരു വീട്, പുതിയ വീടാണെന്ന് തോന്നുന്നു കേട്ടോ. പാടമെല്ലാം വെള്ളം കയറി കിടക്കുക. ഇതുപോലുള്ള ഗ്രാമങ്ങളിലൂടെയൊക്കെ KSRTC ബസ്സിൽ യാത്ര ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ. ഇതൊരു സ്കൂളാണ് കേട്ടോ, ഇതൊരു സെൻട്രൽ സ്കൂളാണ്. വേറൊരു ആന വണ്ടി വരുന്ന കണ്ടോ, അവൻ പോകാൻ വേണ്ടി ഒതുക്കിയതാണ് ഇവൻ. ചമ്പക്കുളത്തെ അറിയപ്പെടുന്ന ഒരു സ്കൂളാണ് കേട്ടോ, പോരുകര സെൻട്രൽ സ്കൂളാണ്. ഈ മഴക്കാലത്ത് യാത്ര ചെയ്യുമ്പോഴേ മറ്റൊരു പ്രത്യേകതയുണ്ട്, എല്ലായിടത്തും നല്ല പച്ച പൊതിഞ്ഞാണ് നിൽക്കുന്നത്. പക്ഷേ പുറത്തുനിന്ന് വരുന്നവർക്ക് കാണാൻ നല്ല രസമായിരിക്കും, പക്ഷെ ഇവിടെ ജീവിക്കുന്നവർക്കാണ് ദുരിതം. കുട്ടനാട്ടുകാർക്ക് ഏറ്റവും അവരുടെ ഉപജീവന മാർഗം നെൽകൃഷിയാണ്. അതുകൂടാതെ പാടത്തും പറമ്പിലും ജോലി ചെയ്യുന്നവരുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, പെയിന്റർമാർ, ഹൗസ് ബോട്ടിൽ ജീവനക്കാർ, ഓട്ടോ ഡ്രൈവർമാർ, മറ്റ് ടാക്സി ഡ്രൈവർമാർ, ഇവർക്കെല്ലാം കുട്ടനാട്ടിൽ മഴ സമയമാകുമ്പോൾ ദുരിതത്തിലാണ്. നാട്ടുകാർക്ക് ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടുത്തെ കടക്കാർക്കും കച്ചവടമുള്ളൂ. ഇതൊക്കെ നമ്മുടെ കുട്ടനാടിൻ്റെ മഴക്കാല കാഴ്ചകൾ കാണാൻ വരുന്ന സഞ്ചാരികൾക്ക് അറിയുമോ എന്തോ. പക്ഷേ എന്തെല്ലാം പ്രതിസന്ധി വന്നാലും കുട്ടനാടുകാർ ഇതിനെല്ലാം പൊരുതി തന്നെ നേരിടും. ഇപ്പോൾ നമ്മൾ AC റോഡിൽ കയറി കേട്ടോ. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ ഇപ്പോൾ വന്ന് കയറിയിട്ടുണ്ട്. അത് മങ്കൊമ്പിലാണ് വന്ന് കയറിയത്. ഇതാണ് മങ്കൊമ്പ്, ആലപ്പുഴക്കുള്ള ബസ്സാണ് പോണത്. മങ്കൊമ്പും സാധാരണ തിരക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഈ മങ്കൊമ്പ് എന്ന സ്ഥലത്തെ കൂടുതൽ പ്രശസ്തിയാക്കിയത് നമ്മുടെ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് കേട്ടോ. അദ്ദേഹം മരിച്ചുപോയി, എങ്കിലും നമുക്ക് മലയാളികൾക്കും പ്രത്യേകിച്ച് മങ്കൊമ്പുകാർക്കും അദ്ദേഹത്തെ ഓർത്ത് അഭിമാനിക്കാം. ഈ ജംഗ്ഷനിൽ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നേരെ നമ്മൾ കയറുന്നത് ഈ മങ്കൊമ്പിലൊരു ഫ്ലൈ ഓവറാണ് കേട്ടോ, അതിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. നല്ല മനോഹരമായ കാഴ്ചകളൊക്കെയാണ് നമുക്കിനി കാണാൻ പോകുന്നത്. എല്ലാം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്, നല്ല സ്ഥലങ്ങളാണ്. എത്ര ഭംഗിയല്ലേ ആ വെള്ളത്തിൽ ആ തെങ്ങുകളൊക്കെ നിൽക്കുന്നത് കാണാൻ.
സുഹൃത്തുക്കളെ, ആ നിൽക്കുന്ന വലിയ വീടുകൾ കണ്ടു, അതിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു തോടാണ്. അതിൻ്റെ പുറകിലായിട്ട് പാടങ്ങളാണ്, വെള്ളം കയറി കിടക്കുന്ന പാടങ്ങളാണ്. ആ നടുക്ക് ആ ഒരു വരമ്പിലാണ് ആ വീട് വച്ചിരിക്കുന്നത്. നമ്മളിപ്പോഴേ AC റോഡിൽ നിന്നും പുളിങ്കുന്ന് റോഡിലേക്ക് കയറി കേട്ടോ. കയറിയപ്പോൾ തന്നെ വെള്ളമാണ് നിറച്ച്. വണ്ടി ഇപ്പോൾ ഓടുന്നത് ഈ വെള്ളത്തിൽ കൂടാണ് കേട്ടോ. അതിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ കുട്ടനാട്ടിലെ ഈ റോഡുകളൊക്കെ ദീർഘകാലം പഴകാത്തതിൻ്റെ കാരണം ഈ വെള്ളക്കെട്ടാണ്. ഈ വെള്ളക്കെട്ട് വരുമ്പോൾ റോഡെല്ലാം നശിക്കും. നമ്മുടെ കരപ്രദേശത്ത് താമസിക്കുന്നവർ ഈ കുട്ടനാട്ടുകാരുടെ ഈ ബുദ്ധിമുട്ടുകൾ വല്ലതും അറിയുന്നുണ്ടോ? പുളിങ്കുന്നിലെ ഒരു വലിയൊരു പള്ളിയാണ് കേട്ടോ. എത്ര മനോഹരമാണല്ലേ അത് കാണാൻ. ഇങ്ങനെ വലിയ വാഹനങ്ങളൊക്കെ ഓടുമ്പോഴേ റോഡിൽ കൂടി അതിൻ്റെ ഓളം അടിച്ച് വീട്ടിനകത്തൊക്കെ വെള്ളം കയറുമെന്നാണ് ഇവിടുത്തെ ആൾക്കാരുടെ പരാതി. നമ്മളങ്ങനെ പുളിങ്കുന്ന് കടവിലെത്തി കേട്ടോ. ഇവിടെ ജങ്കാർ, ഇവിടം വരെ ഉള്ളു റോഡ്. ഇവിടുന്ന് അപ്പുറത്തോട്ട് ആൾക്കാർ പോകുന്നെങ്കിൽ ജങ്കാറിലാണ് സഞ്ചരിക്കേണ്ടത്. ഇതാണ് പുളിങ്കുന്ന് ജംഗ്ഷൻ. ഞാൻ ബസ്സിൽ കുട മറന്നുപോയി കേട്ടോ. കണ്ടക്ടറെ വിളിച്ച് കാണിച്ചതേ. നമ്മളിപ്പോൾ വന്ന ബസ്സാണ് കേട്ടോ കിടക്കുന്നത്. തിരിച്ച് ആലപ്പുഴയ്ക്ക് പോകാൻ കിടക്കുകയാണ്. ഇവിടെ എല്ലായിടത്തും വെള്ളം കയറി കിടക്കുന്നുണ്ടേ കടകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ. ഇതേ അക്കരെ ആൾക്കാരെയും വാഹനങ്ങളൊക്കെ കടത്തുന്ന ജങ്കാറാണ് കേട്ടോ. 2 കടത്തോളവും കാണാം നമുക്ക്. ഇവിടെ നിന്നും നമുക്ക് നടന്നു പോയി കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. നല്ല മനോഹരമായൊരു വീട് കണ്ട, നല്ല പ്യുവർ വൈറ്റ് അടിച്ചൊരു വീടാണതേ. മതിലിനും എല്ലാം വൈറ്റാണ്. ഈ ആറിനക്കരെ പോയാലേ കാവാലം പോകും കേട്ടോ. കാവാലം പോണ വഴിയാണത്. ഇപ്പോൾ കണ്ട ആ വീടിൻ്റെ മറ്റൊരു സൈഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വീട് കേട്ടോ. ഈ ആറ്റമ്പത്തൂടെ അങ്ങോട്ടൊരു റോഡുണ്ട്. നമുക്ക് അങ്ങോട്ട് കുറച്ച് നടക്കാം. അങ്ങോട്ട് പോകുമ്പോഴൊരു വെയിറ്റിംഗ് ഷെഡല്ല, ഇത് ബോട്ട് ചട്ടിയാണ് കേട്ടോ. ആ ബോട്ട് ചട്ടിയിൽ നമുക്ക് അല്പം കയറിയിരിക്കാം. നല്ല കാറ്റുണ്ട് ഇവിടെ കേട്ടോ. നല്ല രസമുണ്ട്. ഹൗസ് ബോട്ടുകളിൽ നിന്നും സാധാ ബോട്ടിൽ നിന്നൊക്കെ കായലിലെറിയുന്ന വേസ്റ്റായി അടിഞ്ഞുകൂടി കിടക്കുന്നത്. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല ആൾക്കാർ. കായലിലൊന്നും വലിച്ചെറിയരുതെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. ഇതാണ് അവസ്ഥ. അവിടെ ഒരു കൊച്ചുവെള്ളം കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഒരാൾ പോകാൻ പോവാണ് കേട്ടോ. ഇവിടെ കൂടുതലും ആൾക്കാർ കൊച്ചുവെള്ളത്തിലാണ് സഞ്ചരിക്കുന്നത്. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഈ 2 വീലറെല്ലാം പെരയ്ക്കകത്ത് വെച്ചിരിക്കുന്നത് നല്ലത്. പുറത്തോട്ട് ഇറക്കാനേ ഒക്കുന്നില്ല, വെള്ളമായതുകൊണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പം കൊച്ചുവെള്ളത്തിലാണ് അവർ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ആ ചേട്ടൻ ഞാനത് കയറി ഇരിക്കുന്നതും തുഴയുന്നതും ഒക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. ഇവിടുത്തെ കൊച്ചു കുട്ടികൾ വരെ ഇതിൽ ഈ ചെറിയ വള്ളങ്ങൾ തുഴഞ്ഞുകൊണ്ട് പോകുന്നത് കാണുമ്പോഴേ നമുക്ക് അതിശയം വരും. പരിചയമില്ലാത്തൊരു കയറിയാൽ എപ്പോൾ വെള്ളത്തിൽ പോയെന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ഈ ഷെഡ് എന്തിനാണെന്നറിയോ? ഈ കായലിൻ്റെ ഇറമ്പിലുള്ള ഈ ഷെഡ് ഈ ഓരോ വീട്ടുകാർക്ക് ബോട്ട് കാണും, അതെല്ലാം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഈ കാണുന്നതേ പഴയ കാലത്തെ ഒരു തറവാട് വീടാണെന്ന് കേട്ടോ. അവിടെ ആൾ താമസമൊന്നുമില്ല, വെള്ളം കയറി കിടക്കുക. ഈ കാണുന്നതേ ആവീസിൻ്റെ ഒരു റിവർ ഗാർഡനാണ് കേട്ടോ. അവിടെയും വെള്ളം കയറി കിടക്കുവാണ്. നല്ല ഭംഗിയുള്ളൊരു നിർമ്മിതിയാണ് കേട്ടോ അത്.
ഈ കെട്ടിടത്തിൻ്റെ അകത്ത് വരെ വെള്ളം കയറി തോന്നുന്നു കേട്ടോ. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് നടന്നു നോക്കാം. ഒരു വള്ളം കിടപ്പുണ്ട് കേട്ടോ, അത് ഈ ഗാർഡനിലെ ആയിരിക്കും വള്ളം. ഇവിടെ ഒന്നും വലിയ വെള്ളം കാണുന്നില്ല റോഡിൽ. അങ്ങോട്ട് പോകും തോറും വെള്ളത്തിൻ്റെ ഒരു ലക്ഷണമുണ്ട്. ഓ വെള്ളമാണ് കേട്ടോ അങ്ങോട്ട്, ഇവിടം വരെ ഉള്ളു. ഇവിടെ ഇച്ചിരി പൊക്ക സ്ഥലമായതുകൊണ്ട് ഇവിടെ അത്രയും വെള്ളം ഇല്ല. ബൈക്കും സ്കൂട്ടറും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടേ. ആൾക്കാർക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടേ ഇവിടെ മൂടി വെച്ചിട്ടും പോയിരിക്കുമെന്ന് തോന്നുന്നു. നമുക്ക് ഈ കൽപ്പിച്ചിലൂടെ ഇച്ചിരി നടന്ന് നോക്കാം. അങ്ങോട്ട് പോയിട്ട് രക്ഷയില്ല കേട്ടോ, നല്ല വെള്ളമാണ്. അങ്ങോട്ട് പോകാനാകത്തില്ല. അവിടെ ഒരു കെട്ടിടത്തിൻ്റെ പണി നടക്കുന്നുണ്ട്, റിസോർട്ടായിരിക്കും. ഈ കായലിലെ 2-3 തൂണൊക്കെ താട്ടിയിട്ടുണ്ട്. ഇതെന്തോ ഇവിടെ ഒരു വലിയ ഷെഡ് വല്ലതും ഉണ്ടായിരുന്നാണോ അത് എന്തിനാണെന്ന് അറിയില്ല. ഇനി വള്ളം പിടിച്ച് കെട്ടാനാണോ എന്നും അറിയില്ല. ഓ ഇനി അങ്ങോട്ട് നടന്നിട്ട് കാര്യമില്ല കേട്ടോ, കൽപ്പിച്ച് ഇവിടം വരെ ഉള്ളു. ഇനി അങ്ങോട്ട് പോകണ്ട, നമുക്ക് തിരിച്ചു പോകാം. എന്തായാലും നമുക്ക് തിരിച്ചു പോകാം. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കണ്ട സ്കൂട്ടറായിരിക്കും, 2 സ്കൂട്ടർ ഇരിപ്പുണ്ടേ. ഇതൊരു തടിയിറക്കുന്ന മില്ല കേട്ടോ, അവിടെയും പണിയൊന്നുമില്ല. അതിനകത്തും വെള്ളം കയറി കിടക്കുവാണ് കേട്ടോ. ഓ അവിടുത്തെ ജോലിക്കാരും പട്ടിണിയിലായി. ഇതാണ് ഈ കുട്ടനാട്ടിലെ അവസ്ഥ. ഒരു ജോലിയും നടക്കത്തില്ല, വെള്ളം കയറിക്കഴിഞ്ഞാൽ ഒരു പണിയും നടക്കത്തില്ല. സാധാരണക്കാരൻ്റെ ഗതി അതോ ഗതി. ഈ ജങ്കാറിലെ വാഹനങ്ങളൊക്കെ കയറ്റുന്നുണ്ട്. ഇപ്പോൾ വാഹനമൊന്നുമില്ല, ഇപ്പോൾ 2-3-4 ആൾക്കാരെയും കൊണ്ട് അപ്പുറത്തോട്ട് പോകുന്നത്. ഇവിടുത്തെ ഒരു കടത്തുകാരൻ ചേട്ടൻ്റെ ഇരിപ്പുണ്ട്, ഒരു രക്ഷയില്ല. പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ പാവപ്പെട്ടവൻ കുത്തിയിരിക്കുക. ജങ്കാറുള്ളതുകൊണ്ട് എല്ലാവരും ജങ്കാറെ കയറി പോകുന്നുണ്ടേ. നമുക്ക് ഈ ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കാവേ. അത് പള്ളിയാണ് ചേട്ടാ, അത് ചേട്ടൻ എവിടെയാണ് താമസിക്കുന്നത്? അടുത്താണ്. ഈ വെള്ളം ആരുടെ? ആണോ, നിങ്ങൾ 2 പേരേ ഉള്ള അന്നേരം എടുക്കുന്നത്? അല്ല അന്നേരം ഇതിനകത്ത് ഇതുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടപ്പോരില്ല, അതാ ഞാൻ ചോദിച്ചത്. അതിന് പൈസ കൊടുക്കണ്ടേ? നിങ്ങൾക്ക് എത്ര? 2 രൂപ 5 രൂപ 5 രൂപ. പക്ഷെ അന്നേരം ആൾക്കാർ നോക്കുമ്പോഴേ 5-6 പേരുണ്ടെങ്കിൽ അതിനകത്താണെങ്കിൽ അവർ പോവും. 5 രൂപ തരണ്ടേ? എന്നാൽ വേറെയുള്ളവരാണെങ്കിൽ നമുക്ക് നമ്മൾ അരിപ്രശ്നം അവർക്ക് കിട്ടുന്ന 5 രൂപയെങ്കിലും അവർക്ക് കിട്ടട്ടെന്നുള്ള ആരും ഓർക്കത്തില്ല. രാവിലെയൊക്കെ പോകുന്നവരുണ്ടല്ലോ, ഈ ഹോട്ടലുകളിലോ വീടുകളിലൊക്കെ പോകുന്ന പെണ്ണുങ്ങളൊക്കെ അവരെ 10 രൂപ കളയും. പിന്നെ അവർ ജങ്കാർ അക്കരെ കിടക്കണമെങ്കിൽ തിരുതി അത്യാവശ്യക്കാരുണ്ട്. അവർ വരുമ്പം അപ്പുറം ഇവരേജ് അങ്ങോട്ട് പോയി. രാവിലെ ഇത്ര വെള്ളം ഇല്ലായിരുന്നല്ലേ? ഇല്ല, രാവിലെ ഇതിൽ ശകലം കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് കുറഞ്ഞത്. അടുത്ത കോള് വെക്കുന്നുണ്ട്. ഇല്ല, അവിടെ വെള്ളം നമുക്കിവിടുന്നേ ബോട്ടിന് തിരിച്ച് ആലപ്പുഴയ്ക്ക് പോകാനാണ് പ്ലാനിട്ട് വന്നത് കേട്ടോ. ഇവിടെ ഈ ചേട്ടൻ്റെ ഒക്കെ തിരക്കിയപ്പം ഇപ്പോൾ ഉടനെ ബോട്ടില്ലെന്നാണ് പറയുന്നത്, ഒരുപാട് താമസിക്കുന്നു. അത് തന്നെയല്ല, നല്ല മഴയും വരുന്നുണ്ട്. നമുക്കത് ഈ ബസ്സിൽ പോകാം. ഇത് ആലപ്പുഴയ്ക്കുള്ള ബസ്സാണ്. ഇതിനകത്ത് നമുക്ക് തിരിച്ച് പോയേക്കാം. KSRTC ബസ്സും വള്ളക്കാരും ഒരേ റൂട്ടിൽ സഞ്ചരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അത്രയ്ക്ക് വെള്ളമായി റോഡിലൊക്കെ. വലയിട്ട് മീൻ പിടിക്കാൻ പോകുന്ന വള്ളക്കാരാണ് ഈ കാണുന്നത്. അവർ റോഡിൽ കൂടെ തള്ളിക്കൊണ്ട് പോവുക. വണ്ടി ഇപ്പോൾ വിടുമെന്നാണ് അവർ പറഞ്ഞേട്ടോ. നമുക്ക് വണ്ടി ആയാലും കയറാം. വണ്ടി അവിടെ നിന്ന് എടുത്തു കേട്ടോ. ബോട്ട് പോകുന്നതാണൊക്കെ KSRTC ബസ് പോകുന്നത് ഈ വെള്ളത്തിൽ കൂടെ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ആ പള്ളിയാണ് കേട്ടോ. ഒന്നും കൂടെ നന്നായിട്ട് കാണാം.
അയ്യോ, ഒരു സ്കൂട്ടറുകാരൻ ചേട്ടൻ വണ്ടി കംപ്ലൈൻ്റ് ആയെന്ന് തോന്നുന്നത്, അത് തള്ളുക പാവം. നമ്മൾ വന്നേ വീണ്ടും AC റോഡേ കയറിയിട്ടുണ്ട് കേട്ടോ. അത് ഇടത്തോട്ട് പോകുന്നത് ചങ്ങനാശ്ശേരിക്കും വലത്തോട്ട് ആലപ്പുഴയ്ക്കുമാണ്. വീണ്ടും നമ്മൾ മങ്കൊമ്പിൽ വന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ചമ്പക്കുളത്തിന് പോവുകയാണ്. നമ്മൾ തിരിച്ചു വന്നപ്പോഴേ ഫ്രണ്ട് സീറ്റ് തന്നെ നമുക്ക് കിട്ടി കേട്ടോ. അതുകൊണ്ട് ഫ്രണ്ടിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇത് ചമ്പക്കുളത്തെ ഒരു പെട്രോൾ പമ്പാണ് കേട്ടോ. ഇത് ചമ്പക്കുളത്ത് നിന്ന് വരുമ്പോഴേ വൈശ്യംഭാഗം എന്നൊരു സ്ഥലമാണ് കേട്ടോ. കഞ്ഞിപ്പാടത്ത് എത്തുന്നതിന് മുമ്പ് അവിടുത്തെ ഒരു സ്കൂളും ഒരു ജംഗ്ഷനും ഒക്കെ ഉണ്ട്. നല്ലൊരു സ്കൂളൊക്കെ ഉണ്ട് അവിടെ. LP സ്കൂളാണ്. നമ്മളിപ്പോഴേ കഞ്ഞിപ്പാടത്തെത്തി കേട്ടോ. കഞ്ഞിപ്പാടം പാലമാണ് ഈ കാണുന്നത്. പാലത്തിൽ ഇപ്പോൾ കയറി നമ്മൾ വണ്ടിയെ. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടാഞ്ഞുകൊണ്ടേ നിൽക്കുമായിരുന്നു. അത് കാരണം എനിക്ക് ഈ പാലമൊന്നും എടുക്കാനൊത്തില്ല. അത് കാരണം ഇപ്പം നമ്മൾ തിരിച്ചു വന്നപ്പോൾ എടുക്കുന്നതാണ് ഇത്. ഇത് പമ്പയാറിൻ്റെ ഒരു കൈവഴിയാണ്. ഈ പൂക്കൈതയാറെന്നാണ് ഇതിൻ്റെ പേര്. ഇത് 2 പഞ്ചായത്തുകളായ നെടുമുടി പഞ്ചായത്തും അമ്പലപ്പുഴ നോർത്ത് പഞ്ചായത്തിനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. ഇത് കഞ്ഞിപ്പാടം ഗ്രാമമാണ് കേട്ടോ. ഈ കഞ്ഞിപ്പാടം ഗ്രാമത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കയറി കാണണേ. ഈ ആനവണ്ടിയിൽ യാത്ര ചെയ്തേ കുട്ടനാടിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഇനിയും ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് കാണാൻ ശ്രമിക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ നമ്മുടെ എസങ്കവലയിൽ വന്നിറങ്ങി കേട്ടോ. ആ ബസ്സാണ് ആ പോണത്.